ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സർക്യൂട്ട് ബൈനറി സബ്ട്രാക്ടറാണ്, അതായത് ഒരു പാരലൽ ബൈനറി സബ്ട്രാക്ടർ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 4 ബിറ്റ് പാരലൽ ബൈനറി സബ്ട്രാക്ടറാണ്. അപ്പോൾ 4 ബിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് 4 സ്റ്റേജസ് ഉണ്ടാവും അല്ലേ. ഇതിനകത്തും ബൈനറി സബ്ട്രാക്ടറിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫുൾ ആഡറാണ്. കാരണം നമുക്കറിയാം എപ്പോഴും നമ്മൾ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത് അഡീഷനിലൂടെയാണ്. ഇപ്പോൾ ഒരു നമ്പറിനെ വേറൊരു നമ്പറിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ 2's കോംപ്ലിമെൻറ്റ് അതാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുന്നു. 2's കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് ഡിവിഷൻ സബ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് 4 സ്റ്റേജസ് ഉണ്ട്. 4 ബിറ്റാണ്, അതുകൊണ്ട് ഇത് FA0, ഫുൾ ആഡർ 0, ഫുൾ ആഡർ 1, ഫുൾ ആഡർ 2, ഫുൾ ആഡർ 3. അപ്പോൾ 2 നമ്പേഴ്സ് എയിൽ നിന്ന് ബി, A-B ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് A-B ഇതാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നത് A0, A1, A2, A3 ആണ് നമ്പർ. A3 എന്ന് പറയുന്നത് MSB-യും A0 എന്ന് പറയുന്നത് LSB-യും ആണ്. അതേപോലെ ബി എന്ന് പറയുന്നത് B3, B2, B1, B0, B3 MSB, B0 LSB. അപ്പോൾ ഇത് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുക ബിയുടെ 2's കോംപ്ലിമെൻറ്റ്. ഇത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് A പ്ലസ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ബി ആണ്. A പ്ലസ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ബി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് കാണുക? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2's കോംപ്ലിമെൻറ്റ് കാണാൻ 1's കോംപ്ലിമെൻറ്റ് കാണുക, അതിനോട് കൂടെ 1 കൂട്ടുക. 1's കോംപ്ലിമെൻറ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റിനെയും ഇൻവേർട്ട് ചെയ്യണം, അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. ഫോർ എക്സാമ്പിൾ 1010 എന്നുള്ള നമ്പർ ആണെങ്കിൽ 0101 ആവും. അതാണ് അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അതിനോട് കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ LSB-യോട് കൂടെ 1 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ 2's കോംപ്ലിമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് A-B പെർഫോം ചെയ്യണമെങ്കിൽ A പ്ലസ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ബി ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ B3, B2, B1, B0 നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓരോ നോട്ട് ഗേറ്റിലേക്കാണ്. ഇപ്പോൾ നോട്ട് ഗേറ്റിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 വരും. അതുപോലെ ഇവിടെ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 വരും. അങ്ങനെ ഓരോ ബിറ്റിനെയും നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1's കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോകുന്നത് A എന്നുള്ള നമ്പർ അതുപോലെ തന്നെ ഒറിജിനൽ നമ്പറായിട്ടും ബി എന്നുള്ള നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റുമാണ് ഇതിലേക്ക് വരിക. ഇനി നമ്മളിവിടെ ഈ C-in ഇവിടെ നമ്മൾ C-in ഈക്വൽ ടു 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ C-in 1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് LSB-യിലേക്ക് വരുന്ന ക്യാരി ഇൻ 1 ആയിരിക്കും. അപ്പോൾ ഈ ക്യാരി ഇൻ 1 ആകുമ്പോൾ എന്താണ് എഫക്റ്റ്? LSB-യോട് കൂടെ 1 ആഡ് ചെയ്യും. അതായത് നമ്മൾ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുന്നു, പ്ലസ് ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ബിയുടെ ബി ഇവിടെ വരുന്ന ആക്ച്വലി ബിയുടെ 1's കോംപ്ലിമെൻ്റ് ആണ്. ആ 1's കോംപ്ലിമെൻറ്റിനോട് കൂടെ 1 ആഡ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടും. അതായത് 2's കോംപ്ലിമെൻ്റ് എന്നുള്ള എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് C-in എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ്, അതായത് LSB സ്റ്റേജിൽ C-in 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നോർമൽ കേസിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ ക്യാരി ഉണ്ടാവില്ല, ക്യാരി 0 ആയിരിക്കും. അതായത് പ്രീവിയസ് ക്യാരി ഇല്ലല്ലോ, അടുത്ത സ്റ്റേജ് മുതൽ മാത്രമേ ക്യാരി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ക്യാരി 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ആഡ് ചെയ്യുന്നതിന്, LSB-യോട് കൂടെ 1 ആഡ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണത്. അങ്ങനെയാണ് ഇത് 2's കോംപ്ലിമെൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ആക്ച്വൽ അഡീഷൻ നടക്കും. ഇവിടെ S0 സം കിട്ടും, ഇവിടെ C1 അടുത്ത സ്റ്റേജിലേക്കുള്ള ക്യാരി വരും. അതുപോലെ ഇവിടെ അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന S1 ആണ്. അടുത്ത സ്റ്റേജിലേക്കുള്ള C2 എന്ന് പറയുന്ന ക്യാരിയും കിട്ടും അടുത്ത സ്റ്റേജിലേക്ക്. ഇവിടെ അഡീഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സം ആൻഡ് ക്യാരി, സം ആൻഡ് ക്യാരി ഔട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷനിൽ, അതായത് 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കേസസ് വരാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ A എന്ന് പറയുന്നത് 1101 ആണെന്ന് വിചാരിക്കുക. ഇതിനോടുകൂടെ നമ്മൾ ആഡ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് 1000 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുക 1101 പ്ലസ് 2's കോംപ്ലിമെൻറ്റ് ഓഫ് 1000. 2's കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 1 1 1 ആണ്. ഇതിനോട് കൂടെ ഒരു +1 കൂടെ ഇട്ടാൽ മതി. അപ്പോൾ കിട്ടുന്നത് 2's കോംപ്ലിമെൻ്റ് ആണ്. ഒരു 1 കൂടെ ഇടുമ്പോൾ നമുക്ക് കിട്ടുക 2's കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അതായത് ഈ 2's കോംപ്ലിമെൻ്റ് മാത്രം നോക്കിയാൽ മതി. മുകളിലത്തെ നമ്പർ അതുപോലെ തന്നെ എത്ര വരും? 1 1 1 ഓക്കെ 1 0 0 0. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഈ നമ്പറും അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് വരുത്താം. ഈ നമ്പർ നമുക്ക് 1 1 ആയിട്ടിടാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0 0. ഈ കേസിലിവിടെ 0 ആണല്ലേ. 0 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 വരും. ഓക്കെ, അപ്പോഴും സെയിം ആണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, ഈ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ രണ്ട് നമ്പർ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ബി എത്രയാണ്? B3 എന്ന് പറയുന്നത് B3 ഈസ് ഈക്വൽ ടു 1 ആണ്. B2 ഈസ് ഈക്വൽ ടു 0 ആണ്. B3 ഈക്വൽ ടു 0 ആണ്. സോറി, B1 ഈക്വൽ ടു 0 ആണ്. B0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വാല്യൂ എത്രയാവും? ഇത് 0 ആവും. ഇവിടെ വരുന്നത് 1 ആണ്. ഇവിടെ വരുന്നത് 1 ആണ്. ഇവിടെ വരുന്നത് 0 ആണ്. അതായത് 0 1 1 0 വരും. അതിനോട് കൂടെ നമുക്കൊരു 1 കൂടെ ആഡ് ചെയ്യും. അതുപോലെ ഈ എ എന്ന് പറയുന്നത് A3 ഈസ് 1, A2 ഈസ് 1 1 1 0 1 അല്ലേ. ദിസ് ഈസ് 0 ആൻഡ് A1 ഈസ് 1. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് അഡിഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് 1 ഉം 0 ഉം തമ്മിലാണ് ആഡ് ചെയ്യുക. 1 ഉം 0 ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ആ 1 ഉം ഈ 1 ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുന്നത് S0 വരിക. S0 വരുന്നത് 0 ആണ് അല്ലേ. 1 ഉം ഈ 1 ഉം 0യും 1 + 1 1 0. 0 സം 0 വരും. ക്യാരി 1 വരും. ഇവിടെ നമുക്ക് കിട്ടുന്നത് ക്യാരി ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇനി ആഡ് ചെയ്യുന്നത് ഈ 1 ഉം 0 യും ആണ്. എഗെയിൻ 1 പ്ലസ് ക്യാരി 1. എഗെയിൻ നമുക്ക് സം കിട്ടുക 0 ആണ്. എഗെയിൻ നമുക്ക് ക്യാരി ഇവിടെ 1 വരും. അടുത്ത സ്റ്റേജിലേക്ക് A2 ഉം 1 ഉം, അതായത് B2 ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 1 0 0 1, അതായത് 1 0. അതിനോടുകൂടി ക്യാരിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ നമുക്ക് സം കിട്ടുന്നത് 1 ആണ്. ഇവിടെ നമുക്ക് ക്യാരി പോകുന്നതും 1 തന്നെയാണ്. റൈറ്റ്, ഇനി ആഡ് ചെയ്യുന്നതും 1 ആൻഡ് 0 1 + 1. നമുക്ക് ക്യാരി ഇവിടെ 0 കിട്ടും. ക്യാരി 1 വരും. ഇപ്പോൾ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് വരുന്നത് 1 ആണ്. ഓക്കെ, ക്യാരി ഔട്ട് ഈസ് 1. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഒരു ക്യാരി 2's കോംപ്ലിമെൻ്റ് അഡീഷനിൽ ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരിയെ ഡിസ്കാർഡ് ചെയ്യണം. ക്യാരി ഒഴിവാക്കുക. അപ്പോൾ ഈ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ക്യാരി ഇല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ട് 2's കോംപ്ലിമെൻറ്റ് ഫോമിലുള്ള റിസൾട്ടാണ്. റിസൾട്ട് കറക്റ്റ് തന്നെയാണ്, പക്ഷേ അത് 2's കോംപ്ലിമെൻറ്റ് ഫോമിലായിരിക്കും. ദാറ്റ് മീൻസ് അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കുന്നതാണ്. ഇവിടെ ക്യാരി ഉണ്ട്, അതുകൊണ്ട് ഈ നമ്പർ പോസിറ്റീവ് നമ്പറാണ്. ഈ നമ്പറാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്പർ? റിസൾട്ട് ഈസ് 0 1 0 0, അതായത് 1 0 0 1 0 0 എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. നമുക്കിനി ചെക്ക് ചെയ്യാം. 1 1 0 1 എന്ന് പറഞ്ഞാൽ 13 ആണ്. ദിസ് ഇസ് 13 ആൻഡ് ദിസ് ഇസ് 9. 13 മൈനസ് 9 ഇസ് 4. അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ടിൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നിങ്ങളൊരു നെഗറ്റീവ് നമ്പർ, അതായത് ഒരു ഇതിന് നേരെ തിരിച്ച് 1 0 0 1 മൈനസ് 1 1 0 1 എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സർക്യൂട്ടിൻ്റെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് 4 ഫുൾ ആഡേഴ്സാണ്.
ഈ ഫുൾ ആഡേഴ്സാണ് അഡിഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അഡിഷൻ എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷന് പകരമായിട്ട് നമ്മൾ 2's കോംപ്ലിമെൻ്റ് അഡിഷനാണ് ഉപയോഗിക്കുന്നത്. ഈ സി എന്ന് പറയുന്നത് 1 ആയിട്ട് കീപ്പ് ചെയ്യണം, കാരണം അത് നമ്മൾ 2's കോംപ്ലിമെൻ്റ് ആക്കാൻ വേണ്ടിയാണ്. 2's കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഇത് 1's കോംപ്ലിമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്നത് 1's കോംപ്ലിമെൻ്റ് അഡിഷൻ ആയിരിക്കും, സബ്ട്രാക്ഷൻ ആയിരിക്കും. അതായത് നമ്പറിൻ്റെ സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ 1's കോംപ്ലിമെൻ്റാണ് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ടിനും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇവിടെ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 2's കോംപ്ലിമെൻ്റ് ഫോമായി. ഓക്കെ.